ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം, ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ BJPക്കുള്ളത്. ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ BJPക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമിച്ച അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രതികളിൽ രണ്ടുപേരും BJPയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ്. മൂന്നിൽ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേരും. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി BJP ശ്രമം നടത്തി വരികയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു വശത്ത് കൂടി ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നത് സംബന്ധിച്ച് അത് തൂക്കാൻ പാടില്ല. ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് തൂക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ V. മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള V. മുരളീധരന്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു വനിതയാണ് ആ പ്രചരണത്തിന് പുറകിലുള്ളത്. അവർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായും വളരെ അടുപ്പമുള്ളയാളാണ്. അവർ നേരിട്ടാണ് ഇക്കാര്യത്തിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് ഹിന്ദു ഭവനങ്ങൾ തൂക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ഇതിനെ ഒന്നും BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന മത സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുകയും അതേസമയത്ത് ഒരു ധ്രുവീകരണമുണ്ടാക്കി അതിനിടയിലൂടെ വോട്ട് തട്ടാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള പരീക്ഷണം കൂടി അവർ നടത്തുന്നുണ്ട്. പാലക്കാട്ട് നടന്നിട്ടുള്ളത് വാസ്തവത്തിൽ എന്താണോ BJP, വാസ്തവത്തിൽ എന്താണോ സംഘപരിവാർ, അതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇക്കോസിസ്റ്റത്തിനകത്ത് വെറുപ്പും വിദ്വേഷവുമാണുള്ളത്. ആ വെറുപ്പും വിദ്വേഷവുമാണ് പാലക്കാട് നല്ലേപ്പള്ളിയിൽ കണ്ടത്. ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്തു കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആണെന്നാണ്. ഇപ്പൊ അതിൽ അനിൽകുമാറും പിന്നെ അനിൽകുമാറും സുശാസനും BJPയുടെ ഭാരവാഹികളായിരുന്നു. അവരെങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കും? വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാറിന്റെ സംഘടനയല്ലേ. RSSന്റെ ഒരു പ്രചാരകൻ അതിന്റെ സംഘടനാ സെക്രട്ടറിയാണ്. ഈ നിമിഷം വരെ ഇവരാരും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ, സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യുവമോർച്ച ജില്ലാ നേതാക്കൾ മുഖേന BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ട ശ്രമം നടത്തിയിട്ടുണ്ട്. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്, സ്കൂളിലെ അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം BJPയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഉത്തരേന്ത്യയിലൊക്കെ നിരന്തരം ഇത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഒരു അജണ്ട സ്ഥാപിക്കലാണെന്നൊരു ആരോപണം കൂടിയാണ് BJPയുടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഒരു വിദ്വേഷം ആ ഇക്കോസിസ്റ്റത്തിനകത്തുണ്ട്. അതാണ് പുറത്തേക്ക് വന്നത്. എത്ര വാരിപ്പൊത്തി ഒളിച്ചാലും ഉള്ളിലുള്ള ക്രൈസ്തവ വിരുദ്ധത ഇവരുടെ പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പുറത്തേക്ക് വരികയാണ്. മറിച്ചുള്ള ക്രൈസ്തവ സ്നേഹത്തിന്റെ അഭിനയം, അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. യഥാർത്ഥ BJP എന്താണ്, BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് നല്ലേപ്പള്ളി കാണിച്ചു തരും.